എന്തുണ്ടാക്കുന്നേ? ഈയാണോ അജുവാന് ചപ്പാത്തി എന്തോ ആണെന്ന് തോന്നണേ. ഫസ്റ്റ് ആർക്കാ തരാ? ബിരിയാണിയാണോ? ബിരിയാണി ഫസ്റ്റ് ആർക്കാ ബിരിയാണി തരാ? അജുവാന് കൊടുക്ക? ഈ ഉണ്ടാക്കി കൊടുക്കണ്ട അജുമാവിന്, പൊന്നി ഉണ്ടാക്കി കൊടുത്തോളും. അജുമാവിന് പൊന്നി ഉണ്ടാക്കി കൊടുത്തോളൂന്ന്. നീ എന്തിനാ ഉണ്ടാക്കി കൊടുക്കണേ? അതിനെന്താ ഓള ആരെ കെട്ടണോ? നന്ദക്കുട്ടി ആരെ കല്യാണം കഴിക്ക? എനിക്കൊന്നും വേണ്ട, ഈയടെ തീരുമാനിച്ചാ മതിയോ? എന്ത്? എന്നിട്ട് ഓളെ വാപ്പാന്റെ അടിയുള്ള വേണ്ടിട്ടല്ലേ? അതെന്താ ഈ അജുമാവിനെ കല്യാണം കഴിക്കാൻ കാര്യം? അപ്പൊ പൊന്നി ആരെ കല്യാണം കഴിക്കും? പൊന്നിന്റെ ഫ്രണ്ടിനെയോ? അപ്പൊ നീ എന്തിനാ അജുമാവിനെ കല്യാണം കഴിക്കണ? അജുമാവിനായിട്ട് എന്നും അടിയല്ലേ? കിഡ്നി എന്തെങ്കിലും വേണോ? കുറച്ച് ദിവസമായിട്ടേ മുന്തിരി തരണു, ആപ്പിള് തരണു, എന്തൊക്കെ തരല്ലേ സുഭാഷ് ചേട്ടനോ ചോദിച്ചപ്പോളാ പറഞ്ഞേ ഓൾക്ക് ഇന്നെ കെട്ടണ്ടെന്ന്. എന്തിനാ വെറുതെ? അപ്പൊ ഇത്തിരി ദിവസം മുമ്പ് ഈ അച്ഛനെ കല്യാണം കഴിക്കാറില്ലല്ലോ. ഇപ്പൊ എങ്ങനെ അജുമാവിനെ കല്യാണം കഴിക്കലായത്? ഓൾറെഡി കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞില്ലേ? ഇനിയിപ്പൊ ഞാനവിടെ ഒഴിവുള്ളല്ലേ? അല്ല, അപ്പൊ സുവച്ചനെ കല്യാണം കഴിക്കുന്നില്ല നീ? അതെന്താ കാരണം? ഈ അപ്പൊ സുവച്ചനെ കല്യാണം കഴിക്കുന്നല്ലേ പറഞ്ഞിരുന്നെ? കഴിഞ്ഞോ? ആരുമായിട്ട്? അപ്പൊ ഇനിയിപ്പോ ഒഴിവുള്ളത് എന്തുകൊണ്ടാ ഇന്ന കല്യാണം കഴിക്കണം പറയണ? എന്തുകൊണ്ടാ? എന്താ കാരണം? എന്താ? അതൊക്കെ ഉണ്ട്. എന്താ ഉള്ളേ? എന്താ പറ? ഈ അജുമാവിനെ കല്യാണം കഴിക്കണ്ട. ഓനെ കാണാൻ ഒരു ഭംഗിയില്ല. എന്താ? ഈ മങ്കിയാണെന്ന് അവള് പറഞ്ഞത്. മങ്കിന്റെ ലുക്ക് ഉണ്ട്. അജുമാവിനെ കാണാൻ മങ്കീനെ പോലെ ഉണ്ട് എന്നാ പറഞ്ഞ. അപ്പൊ ഈ ഉറപ്പിച്ചോ അജുമാവിനെ കെട്ടണെന്ന്? ഇന്നെ ഉറപ്പിച്ചോ? കെട്ടണ ഇന്നെ ഉറപ്പിച്ചോ? പിന്നെന്താ ചോയ്ക്ക് ശ്രീ? എന്തുകൊണ്ട് ചോയ്ക്ക്? ഒരു മിനിറ്റ്, അതും കൂടി കേക്കട്ടെ. അതും കൂടി കേട്ടിട്ട് കൃതാർത്ഥരായാ മതി. കുട്ടി അതും കൂടി പറ. എന്തുകൊണ്ടാ ഈ അജുമാവിനെ കെട്ടണം എന്ന് പറയാൻ കാരണം? സ്നേഹണ്ടായോണ്ട് ചക്കര ഇന്ന് അജുമാവിന് സ്നേഹത്തോടെ ആ ചപ്പാത്തി ഇവിടുന്ന് എന്തെങ്കിലും റീലുണ്ടാണോ? പട്ടായോ? അജോ തിന്നോ? അണക്കുള്ള ബിരിയാണി റെഡിയാ. അനി പറ, എന്താ കാരണം പറ. ചോയ്ക്ക് ശ്രീ. ചോദിക്കാം. തിന്ന് ബിരിയാണി. ഇതെന്താ? ക്യാരറ്റോ? ഇതോ? അതും ക്യാരറ്റാ? അപ്പൊ ഇതെന്താ ചെറുത് ചെറുതെന്താ? ചോറോ? ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ? ഈ അജുമാവിനെ കല്യാണം കഴിക്കാനുള്ള കാരണം കൂടി പറ പ്ലീസ്. വാങ്ങിച്ചു കൊടുക്കടാ ഇനി മിഠായി. ആരൊക്കെ കെട്ടാലും ഞാൻ എന്നെ കെട്ടൂല. ഈ എന്നെ ഈ പൈസ ഇങ്ങോട്ട് തരാൻ പറഞ്ഞാ പോലും ഞാൻ കെട്ടൂലടി. കൈയോട് ശരിക്കും തിന്നടാ. കുട്ടി സ്നേഹത്തോടെ ഉണ്ടാക്കി തന്നതല്ലേ? സൂചിപ്പിക്കാൻ നിൽക്കണ്ട. ചത്താലും ഞാൻ എന്നെ കെട്ടൂല. നന്നാ എന്നെ കെട്ടൂല പറഞ്ഞു അജുമാമൻ. മുളക് പൊടി. പൊന്നി എന്താ കാട്ടാ? അപ്പൊ പൊന്നി എന്ത് ചെയ്യും? പൊന്നീനെന്താ ചെയ്യാൻ? പൊന്നീന്റെ അടുത്ത് ഞാൻ പകുതി കല്യാണം കഴിച്ചില്ലേ? അജുമാമൻ പൊന്നീനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ? പൊന്നിനോട് ഈ പറഞ്ഞ സമാധാനം ഈ പൊന്നീനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന എന്താ പറയാ? എന്താ പറയാ? അക്കുനെ കെട്ടിക്കോന്നാണോ? അക്കുന്റെ ഫ്രണ്ട് ആയിക്കോ? ഈ ലോക്കൽ ബിരിയാണി ഇതിനെ കൊണ്ട് പൈസ ചെലവാക്കിക്കാറല്ലേ? എന്റെ കുട്ടീന്റെ ലോക്കൽ ബിരിയാണി അല്ല. ഞാൻ ചോദിക്കട്ടെ, പൊന്നിയപ്പോ ഞാൻ ആരെ കിട്ടപ്പോ? പൊന്നി ആരെ?
ബിരിയാണി കളയിട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് അതേപോലെ മുണ്ടാതിരിക്കേണ്ടവര് പറയണത് ഇത് ഞാൻ പറയണക്ക്. അപ്പൊ പൊന്നീനെ ആരാ കിട്ടപ്പോ ഇതിനെ കെട്ടാൻ പറ്റൂല. ശ്രീ ചോദിക്കും പോളാരെ കെട്ടി വെച്ചത് അമ്മന്റെ കുട്ടിയെ. അപ്പൊ പൊന്നി ചേച്ചിനെ ഓൾറെഡി അജുമാമൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ഏറ്റുപോയില്ലേ. ഇപ്പൊ പൊന്നി ചേച്ചി പ്രശ്നം ഉണ്ടാക്കുമല്ലോ ഇനിയിപ്പൊ അന്നെ കെട്ടുക എന്ന് പറഞ്ഞാല്. പൊന്നി ചേച്ചി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അവിടെ. പൊന്നി ചേച്ചി അച്ഛനെയും അമ്മേനെയൊക്കെ വിളിച്ച് കരയും അജുമാമനെ കെട്ടണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പൊന്നി ചേച്ചിനോട് അപ്പൊ എന്താ പറയാനുള്ളത് പറയുന്നാല്? ആ ഓളെ വീട്ടിലത്തെ അജുമാമനല്ല. എന്ത് തീരുമാനിക്കും? ആരാണോ പിന്നെന്താ പുണ്യതച്ചനോട് വണ്ടിയാണ് അടി കൂടണ. ആ ഈ പൊന്നി ചേച്ചിനോട് അടി കൂടണോള് കണ്ടു. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇനി വലുതായി വരണ്ടേ? ഈ ചെറിയ കുട്ടിയല്ലേ, എനക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? വലുതാവുമ്പോ കെട്ടിയാ പോരെ? ഇപ്പൊ പൊന്നീനെ കെട്ടാ ഇതിന്റെ കല്യാണം മുടക്കോ ലാസ്റ്റ്? ഈ ഒരു കണ്ടീഷൻ ഉണ്ട്, പൊന്നീനെ കെട്ടിക്കോ, പക്ഷെ അജുമാവിന് ബേബി ഉണ്ടാവുമ്പോ അത് ഓക്ക് കൊടുക്കണം. അത് മതിയോ? ആ കണ്ടീഷൻ മതിയോ? എന്നിട്ട് നമ്മൾ ആ ബേബീനെ എന്ത് ചെയ്യും? പറഞ്ഞത് പക്ഷെ ഇപ്പൊ നോക്കുന്നു പറഞ്ഞു. എങ്ങനെയാ നമ്മള് ബേബീനെ നോക്കുക? അജുമാവിന്റെ ബേബീനെ നോക്കിയ പോലെ. അതെന്താ അജുമാവിന്റെ ബേബീനെ അപ്പൊ ഒരുക്ക് നോക്കണ്ടേ? അപ്പൊ പൊന്നി ചേച്ചി കെട്ടിക്കോട്ടെ അല്ലേ അജുമാമനെ? ബേബീനെ കൊടുത്താൽ മതി. പകരം ഓരോ ബേബീനെ നമുക്ക് തരാൻ പറയാം. ഓക്കെ എന്നാ കെട്ടിക്കോട്ടല്ലേ പൊന്നി ചേച്ചി. പാവത് കേട്ട് കരയുണ്ടാവും ഇപ്പൊ പൊന്നി ചേച്ചി. കെട്ടിക്കോട്ടെ അജുമാമനെ. ഈ അജുമാവൻ ഭയങ്കര സാധനല്ലേ, ഈ ആയിട്ട് ഏതുനേരം തല്ലല്ലേ. മുട്ടായി കൊടുക്കണ്ടേ അതിന്റെ ഇടയിലേ? അല്ല പൊന്നെ നന്ദേ നന്ദേ ഞാൻ കെട്ടൊക്കെ ചെയ്യാം, പക്ഷെ എനിക്ക് ചോറുണ്ടാക്കി തരുമോ? ചായ ഉണ്ടാക്കി തരുമോ? വെള്ളം ചോദിക്കുമ്പോ എടുത്തോണ്ട് തരുമോ? ഈ ചോറല്ല, എന്നാ കുറച്ച് വെള്ളം എടുത്തോണ്ടെന്ന്. ചാവാൻ കിടക്കുമ്പോ ഒരു തുള്ളി വെള്ളം തരാത്ത മുതലാണ്. ഞാൻ അങ്ങനെ കിട്ടി പൊടി. ഞാൻ വെറുതെ പറഞ്ഞേക്ക് എന്നെ കെട്ടാൻ പറ്റൂല, ഞാൻ കെട്ടൂല, എന്നെ ചത്താലും കെട്ടൂല. ഞാൻ മറ്റേ ബാങ്കിലേക്ക് വല്ല ബാങ്ക് മുതലാളിനോ അവിടെയൊക്കെ പോയി പിടിച്ചുന്ന ഡെയിലി മുട്ടായും കളിപ്പാട്ടൊക്കെ കിട്ടും. ബാങ്കിലല്ലേ നോക്കിയ പൈസ ഉണ്ടാക്കുന്ന ആളെ കിട്ടിയാൽ മതി. നന്ദേ കള്ളനോട്ടുകാരനെ ഞാൻ എന്നെ കെട്ടിയിട്ടില്ല. ഈ ഷട്ടപ്പ് പറയുമ്പോ എന്നെ കെട്ടിയാലേ ഷട്ടപ്പൊക്കെ പറയുമ്പോ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. എന്റെ പൊന്നി മതിയേ ഒക്കെ കിട്ടണ്ട ഒരു കെട്ടിക്കഴിഞ്ഞ പീഡനാവും. ഞാനില്ല ഓൾ ഇതുവരെ സുവച്ചനെ പറഞ്ഞു പറ്റിച്ചു കേട്ടോ. സുവച്ചനെ കല്യാണം കഴിക്കണ പറഞ്ഞിട്ട് ഇപ്പൊ അജുമാമിനെ ആക്കി. ഇനി സുവച്ചൻ വന്നു കഴിഞ്ഞാൽ സുവച്ചനെ കെട്ടുള്ളൂ അറിയോ? സുവച്ചനെ കെട്ടണോ? ഞങ്ങക്ക് പറ്റിക്കോ. പിന്നെ പൊന്നിനെ ഒഴിവാക്കട്ടെ, പൊന്നിനെ ഒഴിവാക്കട്ടെ. ഞാൻ പറയട്ടെ പൊന്നിന്റെ അടുത്ത് ഉറങ്ങാത്ത എന്താ പൊന്നിനോട് ഞാൻ പറയട്ടെ കെട്ടിടില്ലാന്ന്. ഞാൻ എന്നെ കെട്ടാൻ പോണ പറയട്ടെ കെട്ടേണ്ടി വരും. പിന്നെ പൊന്നി ചേച്ചിനെ തന്നെ കെട്ടാൻ പറയും. മാലയൊക്കെ ഊരി തരേണ്ടി വരുത്. പറ്റുമോ? വളി മാലി ഊരി വാങ്ങിക്കാനാ. മാല ഉണ്ടാ ആദ്യം, മാല ഉണ്ടാ. പിന്നെ ഞാൻ എന്തിനാ കിട്ടു? ഞാൻ കിട്ടുള്ളൂ.
എന്നൊക്കെ കേട്ടണോ എന്റെ അവസ്ഥ അടിമ കണ്ണനാവും. കണ്ണാടി നോക്കി നോക്ക്, സുന്ദരനായി. ഞാൻ ഒട്ടിച്ചാല ഈ ഒട്ടിച്ച തോടി കുറച്ചെടുക്കും. മാമ സുന്ദരനായി. കാണിച്ചേ, വാവ് സൂപ്പറായി. നോട്ടെ, ഇതൊക്കെ എങ്ങനെ പഠിച്ചേ? ഞാൻ വെച്ചോളാം. നോട്ടെ, വീഡിയോ എടുക്കേണ്ടി വെച്ചിട്ട് ഓറാവരുത് കേട്ടോ. നാളെ കുട്ടീനെ കൊണ്ട് പോവള്. അതുറപ്പാ. എന്റെ കുട്ടീനെ തരുന്നില്ല കേട്ടോ. എന്താ അത് പ്രതീക്ഷിക്കണ്ട. ഇത് മറ്റേ ദിലീപിന്റെ പടം. ഏതാ മറ്റേ ആരുടെ പടാണ്? ആരുടെ ഒരു പടല്ലേ കുട്ടീനെ ദത്തെടുക്കാൻ നടക്കണേ? എനിക്കറിയില്ല. ദശരഥാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അത് പിന്നീട് എനിക്ക് കിട്ടിയത്, എഡിറ്റ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അതേപോലെയാണ് ആൾക്ക് ദത്തെടുത്താ വേണ്ടേ. അല്ല, നമുക്ക് എന്തിനാ ഒരു കുഞ്ഞുമാവേനെ? നീ ഈ അല്ലേ പറഞ്ഞ കുഞ്ഞുമാവ വേണ്ടെന്ന്. അല്ല പൊന്നു, നമുക്ക് എന്തിനാ ഒരു കുഞ്ഞുമാവ? നമുക്ക് വേണ്ട പറഞ്ഞല്ലേ കുഞ്ഞുമാവ. കുഞ്ഞുമാവയ്ക്ക് ഇത് അജുമാവിന്റെ കുഞ്ഞുമാവയ്ക്കാ. ശരി കേട്ടോ, ശരി. എന്താ അടിച്ചോ പൊന്നുവിനെ? എന്താ തൊട്ടില്ല പൊന്നുവിനെ ഈ തൊട്ടില് കിടത്തി. എന്റെ അയ്യമ്മേന്റെ വയറ്റില് ബേബി ഉണ്ട്, അറിയോ എനിക്ക്? നോക്ക്, ഇയമ്മേന്റെ വയറ്റില് ബേബി ഉള്ള അറിയോ? അപ്പൊ എന്നാ ബേബി വരെ അറിയോ? അപ്പൊ നമുക്ക് കൊറേ ദിവസം അത് കൊടുത്തോട്ടോ കേട്ടോ. ഇയമ്മേന്റെ വയറ്റില് ബേബി ഉള്ള എനിക്ക് അറിയോ? എന്ത് അത് കൂർക്കം വലിക്കണ ആ കുട്ടിയാണെന്ന് വിചാരിച്ച്? എന്താ ഇയമ്മേന്റെ വയറ്റിന്ന് ഒരു ദിവസം എന്റെ വയറുമ്പോ കിടന്നപ്പോളേ പെട്ടെന്ന് ചാടി വെച്ച് കുട്ടി ചവിട്ടി ഇത്രവളെ. ഞാൻ കുഴി ഉണ്ടാക്കി, ഇത്ര വലിയ കുഴി. എന്റെ വയറ്റിൽ കിടന്ന് പറയാ നോക്കിക്കോള്. ഞാൻ പോട്ടെ. സ്നേഹം കൂടിയാലും പ്രശ്നമാണ്. അക്കുനെ സ്നേഹിച്ച ഇന്നെ സ്നേഹിച്ചോ? അക്കുനെ സ്നേഹിച്ചോന്നോട്ടെ. ഞാൻ കിടക്കട്ടെ. രക്ഷിക്കൂല, ഞാൻ രക്ഷിക്കൂല. തൊണ്ടപ്പൊട്ട എണീക്കടാ. എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് ദാഹം വന്ന് അവിടെ കിടക്കും. ഇനി എനിക്ക് എന്നെ കെട്ടണോ? കെട്ടണോ? എന്നാ ഞങ്ങൾക്ക് വിടൂല. എനിക്കിന്നെ കെട്ടണോ? എനിക്കിന്നെ? എന്നാ വിടൂല. അനക്കിന്നെ കെട്ടണോ? അല്ല പറ്റൂല, എന്നാ വിടൂല. കെട്ടണ്ട അറി. അനക്കിന്നെ കെട്ടണോ? കല്യാണം കഴിക്കണം? വിടൂല. എപ്പ ഇല്ലാന്ന് പറയണ? ഞാൻ വിടൂല, ഇല്ല പറയും. പൊട്ടി എന്റെ ഇറുക്കണ പോലെ. എന്താ ഞാൻ ഇല്ല, കെട്ടൂല. ചത്തു അയ്യോ, എനിക്ക് അർജന്റ് കോൾ. വിളിക്കണ, എനിക്ക് കോള് വരുന്നത്. എന്താ ഒരു മിനിറ്റ് വിട്. ഞാൻ പോരാ. വീഡിയോ കഴിഞ്ഞു.
ഇതൊക്കെ ഞാൻ പോരാ അനക്ക് എന്താ കൊണ്ടുവരണ്ടേ വരുമ്പോ എന്താ വരുമ്പോ കൊണ്ടുവരണ്ട അറിയ ഇന്നെന്താ വരുമ്പോ കൊണ്ടുവരണ്ടേ ഇതിപ്പേ കുറച്ച് ദിവസമായിട്ട് ഓളയും കൊണ്ട് കറങ്ങാൻ പോണില്ലേ, കറങ്ങാൻ ഇങ്ങനെ കൂട്ടാനൊക്കെ വരുന്നില്ലേ, അതാണ് ഇത്ര സ്നേഹം. മുട്ടായി കയറണ്ടേ, ഓരോ പോക്കിന് മുട്ടായി ഉണ്ട്. സ്വർണ്ണവളിയാണ് ഇത്രടാ വേണ്ടത്. മഞ്ഞ കളർ മുക്കിയതായിരുന്നു ഞാൻ കെട്ടിത്തരാം കയറ്. ഇനി വിട്ടു മാമ പോട്ടെ കേട്ടോ. നല്ല മുത്ത വീഡിയോ നോപ്പായി നിർത്തട്ടെ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഇളക്കാൻ കൂടുതൽ കുറച്ച് ഓറാ. വീഡിയോ ഓഫ് ചെയ്തു മതി. വീഡിയോ ഓഫ് ചെയ്തു. വീഡിയോ കുറച്ച് ഓവർ ആക്ടിങ് ഉണ്ടോ എന്നൊരു ഡൗട്ട്. പുള്ളിയാണ് 50 പൈസേന് അഭിനയം പറയുള്ളൂ, 100 പേര് അഭിനയിക്കും. വിട്. നല്ല മെത്ത പോലെ കിടക്കല്ലേ അജുമാവന്റെ പേര് അല്ലേ? അതിങ്ങനെ കുലുങ്ങുമ്പോ നല്ല ഡ്യൂറോഫ്ലെക്സ് ഇങ്ങനെ അല്ലേ, പഞ്ഞി പോലെ ഉണ്ടല്ലേ. അതെന്താ തിരിഞ്ഞു കിടക്കാൻ പറയും. എന്നാ കുമ്പേമ കയറി കിടന്ന് ഒന്നും കൂടി കൊറേ കുമ്പേമന് കടന്നത് സിനിമ എന്റെ നെഞ്ചത്ത് കിടന്നുറങ്ങിപ്പോ കളി കഴിഞ്ഞു. ഇനി സീരിയസ് ഔട്ടോ. ഇങ്ങനെയാണ് കിടക്കാൻ. നീ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ല്, കുട്ടികളോട് പട്ടികളോട് കളിക്കരുത്. കുട്ടി ഉറങ്ങിപ്പോയടാ. ഇനി കുട്ടി എങ്ങനെ എണീക്കാൻ പറ്റും? എണീക്കല്ല, എന്റെ കുട്ടി ഉറങ്ങിയാണ്. ഞാൻ കുളിച്ചിട്ടില്ല. ഞാൻ നക്കിയിട്ട് തുടയ്ക്കോ, അതൊക്കെ ഇഷ്ടമാണ്. വീട്ടിൽ ഞാൻ പോട്ടെ. മുട്ടായി വേണോ? ഇവിടെ വന്നിരി. കണ്ണുമ്പ് ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി ആരെയാ നന്ദ കല്യാണം കഴിക്കാൻ പോണേ? ആരെയാ കല്യാണം കഴിക്കണം അതൊന്ന് പറയട്ടെ. അപ്പൊ ഈ അല്ലേ പറഞ്ഞ അച്ഛൻ ഓൾറെഡി കെട്ടിയോണ്ട് വേണ്ടാന്ന് ഓള് പറയാ. സു അച്ഛൻ ഓൾറെഡി ഇന്നെ കെട്ടിയില്ല, അതുകൊണ്ട് അജുമാമ്മയാണ് കെട്ടുന്നത്. ഇത്രയും നേരം ഇന്ന മതിയായിരുന്നല്ലോ. ഞാൻ ആരെ കെട്ടണത്? ഇന്നെ കെട്ടണ്ടാവാ നല്ലേ.